സ്പൂൺ എണ്ണ ഇട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിടാം. 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നോടെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, ഇത് 3 വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10ഓളം ചെറുള്ളി, 10 ശകലത്തെ ചെറുള്ളി, കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം, ഒരു ഉണ്ട വെളുത്തുള്ളി, ഇത് 3 കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റി മൂത്ത പരുവ് ഒന്ന് നോക്കിക്കട്ടെ. ഇത്രയും മൂക്കണം. ഇത്രയും മൂത്ത് വരുമ്പോൾ തീ നല്ലോണം അങ്ങ് ഏറ്റവും കുറച്ചിട്ടതിന് ശേഷം അതിൽ നമുക്ക് കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ഇട്ട് ഒരു 4-5 തണ്ടങ്ങ് ചേർത്തേക്കണമെങ്കിലേ അതിന് നല്ല ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. തീ ഏറ്റവും ഞാൻ കുറച്ചിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. ഈ ഏറ്റവും കുറച്ചിട്ടിരിക്കുക. കുറച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പൊടി ഇട്ടങ്ങ് വഴറ്റി വെക്കണം. പൊടികളെല്ലാം ചേർത്ത് ഈ കൂട്ടിയിട്ടാണല്ലോ കുഴപ്പം എന്താണ്, കരിഞ്ഞു പോകും. തുടക്കക്കാർക്ക് വേണ്ടി അതൊക്കെ പറഞ്ഞു തരുന്നത്. എനിക്ക് മുളക് പൊടി കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. അതിൻ്റെ ഒരു താത്ത മണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ബാക്കിയെല്ലാം വഴണ്ട് നല്ലതായി കഴിഞ്ഞിട്ട് മുളകെടുക്കും. ഇത് ഞാൻ കുടംപുളി 2 കഷ്ണം കുടംപുളി എടുത്തിട്ട് വെച്ചിരിക്കുന്ന കുറേ നേരം അരമണിക്കൂറോളം കുതിർത്ത് വെച്ച 1 ലിറ്റർ വെള്ളമാണ്. ഈ അരപ്പിലോട്ട് അരപ്പിൻ്റെ ചൂടൊന്ന് മാറി കുടംപുളി നല്ല ഇത്രയും ഇട്ടിട്ടുണ്ട്. അത് വലുതായി വന്നതാണ്. ഒരു 4-5 കീറേ ഉള്ളൂ. 1, 2, 3, 4, 5 കീറേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് 5 മിനിറ്റ് തിളയ്ക്കണം. 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ തിളച്ച് വരും. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിടണം. തിളച്ച് വരുമ്പോൾ മീനിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തിളച്ച് മീനിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നൊരു 20 മിനിറ്റിൽ ഫുൾ തീയും 10 മിനിറ്റിൽ ചെറിയ തീ മീഡിയം തീ ആകുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കറി റെഡിയാവും. അതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ അരികിൽ ഉള്ള അരപ്പെല്ലാം സാധാരണ പകുതി അരപ്പങ്ങ് അരികി പോകും. അതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് വടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇടുവാണ്. മീനിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല തീയിൽ വലിയ നോർമൽ ഫ്ലെയിമിൽ ഫുൾ തീയിൽ നമുക്ക് ഒരു 20 മിനിറ്റ് ചേർന്ന അരപ്പിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ആണിതിൽ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചട്ടിക്കറക്കി കൊടുക്കണം. ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങോട്ട് കറക്കി ഇനി ഒന്നുകൂടെ വറ്റാനുണ്ട്. നല്ല കോയിൻ്റെ മണം എന്നൊക്കെ പറയുന്ന പോലെ നല്ല അയിലക്കറീൻ്റെ മണം ഇരുന്നിട്ട് സഹിക്കാൻ വയ്യ. എൻ്റെ മീൻ വറ്റി വരുന്നുണ്ട്. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റും കൂടെ ആകുമ്പോൾ കപ്പയും മീൻകറിയും റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതേ അളവിലങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇനി വൈകിട്ട് ഗസ്റ്റ് വരുമ്പോൾ അവരുടെ അഭിപ്രായം നമുക്ക് അന്നേരം കേൾക്കാം.
കുറച്ച് കരിവേപ്പില അന്നേരം നമ്മൾ വഴറ്റുമ്പോൾ ഇട്ടല്ലോ. ഇനി ഞാൻ എന്താ കുറച്ച് കരിവേപ്പില അങ്ങോട്ട് ഉണ്ടാവും ഒരു അലങ്കാരത്തിന്. ഈ കരിവേപ്പില അത് ചൂടിലതങ്ങ് നല്ല മണം കിട്ടിക്കൊള്ളും. അതും കിട്ടി നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്ത് ഇട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കപ്പയുടെ മീൻകറി റെഡി. ഇത്ര എണ്ണ മതി, നല്ല വറ്റിയിട്ടുണ്ട്. ഇനി കപ്പയും കൂട്ടി ഞാൻ കഴിച്ചാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എൻ്റെ പ്രചോദനം. അത് നന്ദിയോട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇനിയും കാണാം വീണ്ടും അടുത്ത വീഡിയോയായിട്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. കിടക്കാൻ എടുക്കുന്നു. സൂപ്പർ 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 സൂപ്പർ.